ഇടുക്കി ജില്ലാ ആസ്ഥാന ടൗണായ ചെറുതോണിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അടിത്തറ ഇളകിയതാണ് നിർമ്മാണം മുടങ്ങുവാൻ കാരണം. 2018 പ്രളയത്തെ തുടർന്നാണ് ചെറുതോണി ടൗണിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തകർന്ന്. ഇതോടുകൂടിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യം ശക്തമായത്. 2019 MLA ആയിരുന്ന റോഷി അഗസ്റ്റിൻ എർത്ത് വർക്കിനും താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുമായി 50 ലക്ഷം രൂപ അനുവദിച്ചു. ഈ തുകയ്ക്ക് കരാറെടുത്ത കോൺട്രാക്ടർ എസ്റ്റിമേറ്റിന് പുല്ലുവില കൽപ്പിച്ച് തോന്നിയപടി മണ്ണ് നീക്കം ചെയ്ത് കൂടുതൽ തുക കൈക്കലാക്കിയെന്നാണ് പരാതി. പൊതുമരാമത്ത് വകുപ്പുമായി ചേർന്നാണ് ഈ കരാറുകാരൻ എസ്റ്റിമേറ്റ് അട്ടിമറിച്ചതെന്നാണ് ആരോപണം. തുടർന്ന് MLAയുടെ 1 കോടിയും ഇറിഗേഷൻ വകുപ്പിന്റെ 1 കോടി രൂപയും ചേർന്നാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണവും അനുബന്ധ സംരക്ഷണ കെട്ട് നിർമ്മാണവും പുരോഗമിച്ചത്. ഇതുകൂടാതെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 2 കോടി രൂപ മുടക്കിയ കോംപ്ലക്സ് നിർമ്മാണവും ആരംഭിച്ചു. എന്നാൽ ഒന്നിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. നിലവിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. പൂർത്തീകരിച്ച പണിയുടെ തുക യഥാസമയം ലഭിക്കാത്തതാണ് പണി മുടങ്ങുവാൻ കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. ഏറ്റവും പ്രധാനമായി നമ്മുടെ ജില്ലാ ആസ്ഥാനത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെ പണി പാതി വഴിയിൽ നിന്നിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ അമർഷം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളായി അതിന് പല ജില്ലാ പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നുമെല്ലാം ഫണ്ട് അനുവദിച്ചെങ്കിലും ഒന്നും എത്താത്ത രീതിയിൽ പകുതിയായി പണികൾ നിർത്തിയിട്ടിരിക്കുന്ന ആ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് ചെറുതോണി ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കരാറുകാരെ ദോഷമായും ബാധിച്ചു കഴിഞ്ഞു. ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത സംസ്ഥാനത്തെ ഏക ജില്ലാ ആസ്ഥാനമാണ് ഇന്ന് ചെറുതോണി. നിലവിൽ നിരവധി പ്രാവശ്യം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതിന് പരിഹാരം കാണുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.